ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, ഒരു സങ്കീർണമായ കാര്യത്തെക്കുറിച്ച് ബൈബിളിലെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കാനായി ആഗ്രഹിക്കുന്നു. ഇത് ഉൾക്കൊള്ളാൻ പരിശുദ്ധാത്മാവ് ഏവരെയും പ്രാപ്തരാക്കട്ടെ. 1 തെസ്സലോനിക്കർ 5:23 വായിച്ചപ്പോൾ മനുഷ്യന് 3 ഭാഗങ്ങളുണ്ടെന്ന് മനസ്സിലായി. കേൾക്കൂ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്ദ്യമായി വെളിപ്പെടും വണ്ണം കാക്കുമാറാകട്ടെ. ഇവിടെ പറയുന്ന 3 ഭാഗങ്ങൾ ആത്മാവ്, പ്രാണൻ അഥവാ ദേഹം എന്നിവയാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ സ്പിരിറ്റ്, സോൾ, ബോഡി എന്നും കാണുന്നു. എങ്ങനെയാണ് ഇവ മനുഷ്യനിൽ വിന്യസിച്ചിരിക്കുന്നതെന്ന് നമുക്ക് വചനത്തിലൂടെ ഒന്ന് കണ്ടെത്താം. ആദ്യം നമ്മുടെ ദേഹം അല്ലെങ്കിൽ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അത് ഭൗതികമായ ഭാഗമാണ്. നമുക്ക് കാണാനാകുന്ന നമ്മുടെ ശരീരം. നമ്മുടെ എല്ലാ അവയവങ്ങളും അതിൽ ഉൾപ്പെടുന്നു. 1 കൊരിന്ത്യർ 15:4 ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇത് താൽക്കാലികമാണ്. നമ്മുടെ ഭൗതിക ശരീരത്തിനുള്ളിൽ, അതായത് ഉടയുന്ന മൺപാത്രത്തിനുള്ളിൽ എന്നതുപോലെ മറ്റ് 2 ഭാഗങ്ങൾ കൂടിയുണ്ട്, ദേഹിയും ആത്മാവും. ദേഹിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കാണാനാകാത്ത പലതുമാണ് അതിലുള്ളത്. നമ്മുടെ മനസ്സ്, ആഗ്രഹം, വികാരങ്ങൾ, ചിന്തകൾ, തീരുമാനങ്ങൾ ഇവയുടെ ഒരു സംയോജനമാണ് ദേഹി. യെഹെസ്കേൽ 18:4 കേൾക്കും. സകല ദേഹികളും എനിക്കുള്ളവർ. അപ്പൻ്റെ പ്രാണനും മകൻ്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അതായത് നമുക്ക് പാപം ചെയ്യാനുള്ള പ്രവണത വരുന്നത് ഈ ദേഹിയിൽ നിന്നാണ്. നമ്മുടെ മനസ്സ്, ചിന്ത, നിരൂപണങ്ങൾ, ആഗ്രഹങ്ങൾ, തീരുമാനങ്ങൾ ഇവയെല്ലാം നീതിയിലും സത്യത്തിലും അധിഷ്ഠിതമല്ലെങ്കിൽ നാം പാപം ചെയ്യുന്നു. അടുത്തതും ഏറ്റവും അകമേയുള്ളതുമായ ഭാഗമാണ് ആത്മാവ്. ഉൽപ്പത്തി 2:7 പറയുന്നു, ദൈവം തൻ്റെ ജീവശ്വാസം ഊതിയാണ് മനുഷ്യന് ജീവൻ നൽകിയതെന്ന്. ദൈവം ആത്മാവാകുന്നു എന്ന് യോഹന്നാൻ 4:24 അതായത് ദൈവം തൻ്റെ ആത്മാവിനെ മനുഷ്യന് നൽകി സൃഷ്ടിച്ചു. പക്ഷേ പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ ആത്മാവിനെ മരിപ്പിച്ചു. അങ്ങനെ ആദം മുതലുള്ള എല്ലാ മനുഷ്യർക്കും ആത്മാവുണ്ടെങ്കിലും അത് മനുഷ്യനുള്ളിൽ മരിച്ചു കിടക്കുകയാണ്. ആ മരിച്ചു കിടക്കുന്ന ആത്മാവിന് ജീവൻ നൽകാനാണ് വഴിയും സത്യവും ജീവനുമായ യേശു മനുഷ്യനായി ഭൂമിയിൽ പിറന്നത്. മനുഷ്യനായ യേശുവിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴാണ് വന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. യേശു ജോർദാനിൽ സ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവെന്നതുപോലെ ഇറങ്ങുന്നതും തൻ്റെ മേൽ പ്രകടമാകുന്നതും കണ്ടെന്ന് മത്തായി 3:16 പറയുന്നു. ഇതുതന്നെ മാർക്കോസ് 1:10 ലൂക്ക 3:22 യോഹന്നാൻ 1:32 കാണുന്നു. മനുഷ്യരൂപം ധരിച്ച യേശുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങിയത് സ്നാനം സ്വീകരിച്ചപ്പോഴാണ്. ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെയുള്ള 3 ഭാഗങ്ങളിൽ മനുഷ്യനെ ദൈവവുമായി ബന്ധപ്പെടുത്തുന്നത് ആത്മാവാണ്. അത് പാപം ചെയ്ത് മരിച്ചു കിടക്കുകയാണെങ്കിൽ നാം സൃഷ്ടാവുമായി എങ്ങനെ ബന്ധപ്പെടും? യോഹന്നാൻ 3:16 പറയുന്നത് ശ്രദ്ധിക്കൂ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം അവനെ ലോകത്തിന് നൽകുവാൻ ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവം നമുക്ക് യേശുവിനെ നൽകിയത് ഈ മരിച്ച ആത്മാവിനെ ജീവൻ വെപ്പിക്കാനാണ്. യേശുവിനെ സ്വീകരിക്കുമ്പോൾ റോമർ 10:8 പറയുന്നത് പോലെ സ്നാനമേൽക്കുമ്പോൾ നമ്മിൽ മരിച്ചു കിടക്കുന്ന ആത്മാവിന് പുതുജീവൻ ലഭിക്കുന്നു. 2 കൊരിന്ത്യർ 5:17 പറയുന്നത് പോലെ ഒരു പുതു സൃഷ്ടിയായി മാറുന്നു. റോമർ 8:14 പറയുന്ന പോലെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടും. റോമർ 8:13 പറയുന്നത് ജഡത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് ഇതുമൂലം മരിപ്പിക്കാനാകുമെന്നാണ്. ഈ ആത്മാവിനാൽ റോമർ 12:2 പറയുന്നു മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാനാകുമെന്ന്. അങ്ങനെ ദേഹവും ദേഹിയും ആത്മാവിൽ നയിക്കപ്പെടും. നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യം നമുക്ക് ലഭിച്ച് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ യോഗ്യരായിത്തീരും. ഈ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല. പ്രാണനിൽ ദൈവഹിതം വെളിപ്പെടുകയും അതനുസരിച്ച് ജീവിക്കാനാകുകയും ചെയ്യും. നമ്മുടെ ദേഹിക്കുള്ള
നിത്യഭക്ഷണമാണ് വചനം. ഹൃദയം ശരീരത്തിൻ്റെ ഒരു അവയവമാണെങ്കിലും അതോടൊപ്പം ദേഹിക്കും ആത്മാവിനും ഉള്ള ഇരിപ്പിടമാണ്. അതിൻ്റെ പലകയിൽ വചനം എഴുതി വെക്കണമെന്നത് സദൃശവാക്യം 3:3 പറയുന്നുണ്ട്. ഇങ്ങനെ ഭയങ്കരവും അത്ഭുതകരവുമായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 139:14 കേൾക്കൂ. ഭയങ്കരവും അത്ഭുതകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി ഒരു പുതു സൃഷ്ടിയായി മാറി ആത്മാവിൽ ജീവനുള്ളവരാകാൻ എല്ലാവർക്കും ഇടവരട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.